അടുത്തിടെയായിരുന്നു ആര്യ ബിഡായുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും രണ്ടാം വിവാഹം. ഇരുവരും വിവാഹമോചിതരാണ്. ആദ്യ വിവാഹത്തിൽ പിറന്ന മക്കൾ ആര്യയുടെ സംരക്ഷണത്തിലാണ്. സിബിൻ്റെ ആദ്യ വിവാഹത്തിലെ ആൺകുഞ്ഞിനെ മുൻ ഭാര്യ ചിഞ്ചുവാണ് സംരക്ഷിക്കുന്നത്. കുഞ്ഞിന് വേണ്ടതൊന്നും ചെയ്തു തരാൻ തയ്യാറാകുന്നില്ലെന്ന പരാതി പലപ്പോഴായി മുൻ ഭാര്യ സിബിനെതിരെ ഉന്നയിച്ചിരുന്നു. സ്പെഷ്യൽ ചൈൽഡായ കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക ആവശ്യങ്ങളും താനും കുടുംബവും മാത്രമാണ് നിർവഹിക്കുന്നതെന്നും ചിഞ്ചു മുമ്പ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് സിബിനും ചിഞ്ചു വിവാഹമോചിതയായത്. ആര്യയുടെ ആദ്യ വിവാഹം 20കളുടെ തുടക്കത്തിലായിരുന്നു. വൈകാതെ മകളും പിറന്നു. ശേഷം ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരിഞ്ഞു. നടി അർച്ചന സുശീലിൻ്റെ സഹോദരൻ രോഹിത്തായിരുന്നു ആര്യയുടെ മുൻ ഭർത്താവ്. അതേസമയം രണ്ടാം വിവാഹശേഷം ഭർത്താവ് സിബിനൊപ്പം ആര്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. കുടുംബ കോടതിയിലെ ചില നിയമവ്യവസ്ഥകൾ സ്ത്രീകൾക്ക് ആവശ്യമില്ലാതെ കുറേ അഡ്വാൻറ്റേജ് നൽകുന്നുവെന്നും അത് മാറണമെന്നും അഭിപ്രായക്കാരിയാണ് താനുമാണെന്ന് ആര്യ പറഞ്ഞത്. കുടുംബ കോടതിയിലെ ചില നിയമവ്യവസ്ഥകൾ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുടുംബ കോടതിയിൽ അത്തരത്തിലുള്ള ചില നിയമങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമില്ലാതെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സാഹചര്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് എങ്കിലും പറയുകയാണ്. ആ പറയുന്ന അഡ്വാൻറ്റേജ് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചതാണ്. അന്ന് എന്നെക്കൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് അത് ചെയ്യിപ്പിച്ചു. ഒന്നും പേടിക്കാനില്ല, എന്തായാലും ഡൈവോഴ്സ് കിട്ടും, കൊടുത്തതിൽ കൂടുതൽ സ്വർണവും കാശും മേടിച്ചു തരാമെന്നും പറഞ്ഞു. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ ഭയങ്കരമായ കുറ്റബോധം തോന്നി. ഞാൻ അതിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു ആര്യൻ്റെ വാക്കുകൾ. വീഡിയോ വൈറലായതോടെ ഭർത്താവിൻ്റെ പ്രവർത്തികൾ മൂലം ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾ അടക്കം പ്രതികരിച്ച് എത്തി. 2-3 പിള്ളേരെ സമ്മാനിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത ആണുങ്ങളുണ്ടെന്നും ഇപ്പോഴത്തെ ഭർത്താവിന് നിയമം അനുകൂലമാക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ച് പറയരുതെന്നും തരത്തിലാണ് പ്രതികരണങ്ങൾ. എല്ലാവരും നിങ്ങളെപ്പോലെയല്ല ആര്യ. ഓരോ ദിവസവും തള്ളി നീക്കാൻ പെടാപ്പെടുന്ന സ്ത്രീകളുണ്ട്. മാത്രവുമല്ല ആര്യയുടെ മുൻ ഭർത്താവ് ഒരു പാവമായിരിക്കും. സ്വന്തം കുഞ്ഞിന് പോലും ചിലവിന് കൊടുക്കാതിരിക്കാൻ ഏത് കളിയും കളിക്കുന്ന ആണുങ്ങളുണ്ട്. ഞാനത് അനുഭവിച്ച ഒരു അമ്മയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആണുങ്ങളുടെ കാശ് കിട്ടിയില്ലെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്ന എന്നെപ്പോലുള്ള അമ്മമാരുണ്ട്. ആര്യ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസിനെല്ലാം ഇതൊരു അഡ്വാൻറ്റേജാണ്. സാധാരണക്കാർക്ക് അങ്ങനെയല്ല. ആര്യയ്ക്ക് ഇപ്പോൾ എന്ത് പറയണമെന്ന് തന്നെ അറിയാത്ത അവസ്ഥയാണല്ലോ. ആര്യ മുമ്പ് നൽകിയ ഡിപ്രഷൻ റിലേറ്റഡ് അഭിമുഖങ്ങൾ കണ്ടപ്പോൾ സങ്കടവും സഹതാപവും തോന്നിയിരുന്നു. പക്ഷേ ഈ വാക്കുകൾ കേട്ടപ്പോൾ പുച്ഛം തോന്നുന്നു. പണമില്ലാതെ കുഞ്ഞുങ്ങളുമായി ബുദ്ധിമുട്ടുന്ന നിരവധി സ്ത്രീകളുണ്ട്. എല്ലാവരും ആര്യയെപ്പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നില്ല. 3-4 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചിലവിന് കൊടുക്കാതെ ഭാര്യയുടെ ഉപദ്രവിക്കുന്ന ഒത്തിരി ആണുങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് 2000-ൻ്റെ സാരി 10,000-ൻ്റെ മറിച്ചു കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാൻ പോലും ഗതിയില്ലാത്ത പെണ്ണുങ്ങളുടെ അവസ്ഥ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ഭർത്താവ് സിബിനെ രക്ഷിക്കാൻ എന്തും വിളിച്ചു പറയരുത് എന്നിങ്ങനെ നീളുന്നു വിമർശിച്ചുള്ള കമൻറ്റുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.